بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക, കേൾക്കുക വളരെ പുണ്യകരമായ ഒരു ഇബാദത്തായിട്ടാണ് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹുബ്ബുർ റസൂലി വ മദ്ഹുഹു ഖൈറുൽ അമൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും അവിടുത്തെ പ്രശംസിക്കലും പുകഴ്ത്തലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലും ഖൈറുൽ അമൽ, അമലുകളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസികളുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമാണെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ഓരോ സത്യവിശ്വാസിയുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മോഹങ്ങളും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ പറയുന്നതിലൂടെ, അവിടുത്തെ മദ്ഹുകൾ വർണ്ണിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരുമെന്നാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. വലഹു ബിനൈലി ശഫാഅത്തിൻ താഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമ. ദുനിയാവിലുള്ള അവസ്ഥ ഇതാണെങ്കിൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് മാത്രമാണ് പരലോകത്ത് സത്യവിശ്വാസികൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റബീഉൽ അവ്വലിൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ നബി തങ്ങളോട് ഇഷ്കും സ്നേഹവും മഹബ്ബത്തും പ്രകടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദ്ഹുകൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. നബിദിന പരിപാടി എന്നോണം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദീനീ വിജ്ഞാന സദസ്സുകൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ മഹല്ലത്തുകളിൽ, നാടുകളിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് അവൻ ഏറ്റവും വേണ്ടപ്പെട്ടവനെന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മഹബ്ബത്തിന്റെ ഭാഗമാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഉത്ബോധനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്നാണ്. എത്രത്തോളം എന്നാൽ മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ജീവനേക്കാൾ ഏറ്റവും വേണ്ടപ്പെട്ടവൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളുമായിട്ട് നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് തുലനം ചെയ്യുമ്പോൾ എത്രത്തോളം സമരസപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ സ്വന്തം ജീവനേക്കാൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവനായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു വേള നമ്മൾ ചിന്തിക്കണ്ടേ. അള്ളാഹു പറഞ്ഞത് വെറുതെ അല്ലല്ലോ. ആ സ്നേഹവും ആ വാത്സല്യവും ഒക്കെ നമ്മുടെ മനോമുഖരങ്ങളിൽ, നമ്മുടെ അന്തരംഗത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന 3 കാര്യങ്ങളിൽ അതിപ്രധാനമായ ഒരു കാര്യമാണ് മഹബ്ബത്തുല്ലാഹി വ റസൂലിഹി. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ളത്. ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഏതൊരു മുഅ്മിനിന്റെ ഹൃദയത്തിലാണോ 3 കാര്യങ്ങൾ ഉണ്ടാകുന്നത്, അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ,
പലപ്പോഴും നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ തന്നെയും ഈമാനിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈമാൻ മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാകുമ്പോൾ അവന് മറ്റെല്ലാം അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും മറ്റെല്ലാം നിസ്സാരമാവുകയും അള്ളാഹുവും റസൂലും ഏറ്റവും വലുതാവുകയും മൂല്യമുള്ളതായി തീരുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നാമതായിട്ട് ആ 3 കാര്യങ്ങളിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചത് അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവന് ഏറ്റവും പ്രിയങ്കരമാകണം. ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകണം. അപ്പോഴാണ് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ കഴിയുന്നത്. സഹാബത്തെ കിറാം ഇത് ആസ്വദിച്ചവരാണ്. അവർ പ്രവാചക സ്നേഹത്തിന്റെ ആൾരൂപങ്ങളായിരുന്നു. അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞിട്ട് മറ്റെന്തും വിലപ്പെട്ടതായിട്ടുള്ളായിരുന്നു. അള്ളാഹുവിന്റെ ദീൻ കഴിഞ്ഞിട്ട് മറ്റെന്തും അവർക്ക് മൂല്യവത്തായിട്ടുള്ളായിരുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ. സ്വന്തം ജീവനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവന് പ്രാധാന്യവും വിലയും നൽകിയ സഹാബത്തായിരുന്നു. ആ സഹാബത്തിന്റെ മഹബത്ത്, പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ലോകത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരായി മാറിയത്. ലോകം എന്നും അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും വറളൂ അൻ, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ വചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് വിശ്വാസി ലോകം, മുസ്ലിം സമൂഹം റളിയല്ലാഹു അൻഹു എന്ന് ഓരോ സഹാബിക്കും വേണ്ടി പ്രാർത്ഥന നിരതരാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച സഹാബാക്കളുടെ ജീവിതം നാം പഠിക്കണം. അത് നമുക്ക് മാതൃകയാകണം. ഇന്ന് നമ്മുടെ കുട്ടികൾക്കും വളർന്നു വരുന്ന പുതുതലമുറയ്ക്കും എന്തിനേറെ നമുക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈമാനിന്റെ ഭാഗമായ മഹബ്ബത്തുർ റസൂൽ ആണ്. മഹബ്ബത്തുർ റസൂൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായാൽ, അവന്റെ മനസ്സിൽ അത് പൊട്ടിമുളച്ച് അത് വളർന്ന് വലുതായാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. ഇതാര് മനസ്സിലാക്കിയിട്ടുണ്ട്? സിയോണിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ പാശ്ചാത്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇസ്ലാമിൽ നിന്നും മനുഷ്യരെല്ലാം അടർത്തിയെടുത്ത് പൂർണ്ണമായിട്ടും തോന്നിവാസ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ലിബറലിസത്തിന്റെ പുതിയ തലമുറ വക്താക്കൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളുടെ മനോമുഖരത്തിൽ നിന്നും പ്രവാചകനോടുള്ള സ്നേഹം എടുത്തു കളയുക എന്നുള്ളതാണ് മുസ്ലിമിനെ വഴിപിഴപ്പിക്കുന്നതിന്, വളർന്നു വരുന്ന തലമുറയെ വഴിപിഴപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ ഒക്കെ ധാരാളമായിട്ട് നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളും ലിബറൽ ചിന്താഗതിയുള്ള ആൾക്കാരും സംഘം ചേർന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാടുമായിട്ട് സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും പ്രിയപ്പെട്ടവരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരാദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അവരുന്നംബിക്കുന്നത്. നബി തങ്ങളെ ഒരപരിഷ്കൃതനായിട്ട് അവർ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. ആറാം നൂറ്റാണ്ടിലെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഈ പുതുതലമുറയ്ക്ക്, ഈ നവയുഗത്തിലുള്ള മനുഷ്യർക്ക് എന്തു പാഠം നൽകാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് വികൃതമാക്കി മലീമസമാക്കിക്കൊണ്ട് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും വളർന്നു വരുന്ന പുതുതലമുറയും പ്രവാചകനെ കുറിച്ച് യഥാർത്ഥ ചരിത്രം പഠിക്കൽ അനിവാര്യമായിരിക്കുന്നു. സത്യസന്ധമായ പ്രവാചകന്റെ ജീവിതം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആർക്കും ആ ജീവിതം നിഷേധിക്കാൻ കഴിയുകയില്ല. ആ പ്രവാചകന്റെ ജീവിതം പൂർണ്ണാർത്ഥത്തിൽ അനുധാവനം ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇന്നലത്തെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വൈറലായ ഒരു വാർത്ത നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബ്രസീലിന്റെ ഫുട്ബോൾ താരമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല,
അദ്ദേഹം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് വർഷങ്ങളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, തുർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിലെ ഇമാമിന്റെ സാന്നിധ്യത്തില് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന പ്രവാചകന്റെ കടുത്ത അനുയായിയായി മാറിയ ആ വാർത്തയാണ് നാം കാണുന്നത്. പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സത്യസന്ധമായിട്ട് ആരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം പ്രവാചകന്റെ മുമ്പിൽ അത്ഭുതത്തോടുകൂടി ഇതൊരു മനുഷ്യൻ തന്നെയാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകനെ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഏറ്റവും വലിയ ചരിത്രകാരനാണ് പ്രൊഫസർ ലാമാർട്ടിൻ, പാശ്ചാത്യ ചരിത്രകാരൻ. ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായിട്ട് ചരിത്രം പഠിച്ചിട്ടുള്ള ആള്, ലോകത്തെ പല പ്രഗത്ഭന്മാരുടെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രൊഫസർ ലാമാർട്ടിനും ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കൂ. അദ്ദേഹം ചരിത്രം കുറിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ വർത്തമാനങ്ങളും വാക്കുകളും ചുരുങ്ങിയ വചനങ്ങളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ലക്ഷ്യങ്ങളുടെ മഹാത്മ്യവും ഉപാധികളുടെ പരിമിതിയും അതോടൊപ്പം തന്നെ അമ്പരപ്പിക്കുന്ന ഫലങ്ങളുമാണ് ഒരു മനുഷ്യ പ്രതിഭയുടെ മാനദണ്ഡം കുറിക്കുന്നതിനുള്ള ഉരകല്ലുകളെങ്കിൽ ഞാൻ സത്യസന്ധമായി സമൂഹത്തിനോട് പറയുന്നു, പ്രവാചകൻ മുഹമ്മദോളം ഈ വിഷയത്തിൽ വിജയിച്ച മറ്റൊരു വ്യക്തിയും ലോകത്തില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലക്ഷ്യങ്ങളുടെ മഹാത്മ്യം. ഒരു സമൂഹത്തിന്റെ മുമ്പിൽ താൻ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിന്റെ മഹാത്മ്യം എന്ത് എന്ന് മാറ്റിവെച്ച് നോക്കുമ്പോൾ ആ ലക്ഷ്യങ്ങളുടെ മഹാത്മ്യവും അതോടൊപ്പം ഉപാധികളുടെ പരിമിതി, വലിയ ഉപാധികളൊന്നുമില്ല, വലിയ കണ്ടീഷനുകളൊന്നുമില്ല, ഉപാധികളുടെ പരിമിതിയും അള്ളാഹുവിനെ പ്രപഞ്ചനാഥനായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രവാചക നിയോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധന ലക്ഷ്യം. അതോടൊപ്പം ആഖിറവുമാണ്. ഇത് ഉപാധികൾ കൂടുതലില്ലാത്ത പ്രിയപ്പെട്ടവരെ ലക്ഷ്യത്തിന്റെ വസ്തുതയാണ്. ഇതും ഉണ്ടെങ്കിൽ അതോടൊപ്പം അമ്പരപ്പിക്കുന്ന ഫലങ്ങളുമാണ് ആ പ്രബോധകന്റെ പ്രബോധനത്തിലൂടെ ലോകത്ത് വന്നിട്ടുള്ളത്, സാധ്യമായിട്ടുള്ളത്. എങ്കിൽ പ്രവാചകനോളം വിജയിച്ച ഒരു ചരിത്രകാരനും ലോകത്ത് ഇതുവരെയും വന്നു പോയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു, ആരായിരുന്നു പ്രൊഫറ്റ് മുഹമ്മദ്? പ്രവാചകൻ, പ്രാസംഗികൻ, നിയമനിർമ്മാതാവ്, പടക്കളത്തിലെ യോദ്ധാവ്, ആശയങ്ങളുടെ ജേതാവ്, വ്യക്തി സിദ്ധാന്തങ്ങളുടെ പുനഃസ്ഥാപകൻ, ഭാവനകളില്ലാത്ത ഭാവത്തോടു കൂടിയവൻ, 20 ഭൗതിക ഭൂപ്രദേശങ്ങളുടെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും സ്ഥാപകൻ. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമുക്കേറെ പരിചയമുള്ള കേരളത്തിന്റെ കവിയാണല്ലോ സുകുമാർ കക്കാട്. അദ്ദേഹം സ്തുതിക്കപ്പെട്ടവനെന്ന ഒരു കവിത രചിച്ചിട്ടുണ്ട്. ഒട്ടേറെ കവിതകൾ വേറെയുണ്ട്. അതിൽ പ്രമേയം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ലക്ഷ്യമാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങൾ ഏകവാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, അങ്ങയെ ചൂഴും 1000 ഓർമ്മകൾ ആത്മഹർഷം തികച്ചെത്തുമീ വേളയിൽ, ബന്ധുര ചിന്തകൾ ജീവനിൽ കുന്തിരിക്കം പകർന്നെത്തുമീ മാത്രയിൽ, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ, കാട്ടുഗ്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ ധാർമ്മിക. എത്രത്തോളം സത്യമാണ് അദ്ദേഹം പറയുന്നത്. തമ്മിൽ ഇടഞ്ഞും അഹങ്കരിച്ചും പരസ്പരം യുദ്ധം ചെയ്തും കരൾ കൊത്തിപ്പറിച്ചും ജീവിച്ചിരുന്ന ഏറ്റവും അക്രമികളായ ഒരു സമൂഹത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഒരു സ്വർണ്ണനൂൽ പാലം അവരുടെ ഹൃദയങ്ങളുമായി ബന്ധിപ്പിച്ച ധാർമ്മികനാണ്, പ്രബോധകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, പ്രവാചകൻ ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് ജനസമൂഹത്തിന്റെ മുമ്പിൽ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നത് സാക്ഷാൽ
നാരായണ ഗുരുവാണ്. സാക്ഷാൽ നാരായണ ഗുരുവാണ്. അദ്ദേഹത്തിനും ഒരു കവിതയുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന കവിത. ആ കവിതയിൽ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഹരനെന്നെഴുതി പവിത്രമാം നരനെന്നോദിയ മാമുനീന്ദ്രനോ, മര്യാദുടലോട് പോയ പരമാർത്ഥന്റെ മഹാഭക്തനോ, ഈ നരൻ എന്ന രീതിയിൽ ഭൂമിയിൽ ജന്മമെടുത്ത യഥാർത്ഥത്തിൽ മുഹമ്മദ് ഒരു പ്രപഞ്ച സൃഷ്ടാവാണോ? അദ്ദേഹത്തിന്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ആ വിശ്വാസമില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന്. പ്രവാചകന്റെ 23 വർഷക്കാലമുള്ള നുബുവത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ലോകത്ത് വരുത്തിയ മാറ്റങ്ങൾ പ്രിയപ്പെട്ടവരെ ഇന്നും അത് തുടരുന്നുണ്ട്. എവിടെയും പ്രവാചകന് ഒരിക്കലും ചിത്രമില്ല, പ്രവാചകന് പ്രതിമയില്ല, സ്തൂപങ്ങളില്ല, പ്രവാചകന് ആരും തന്നെ വരച്ചിട്ടില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെയും വിശ്വാസികളുടെ മനോമുഖരത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപമുണ്ട്. കുഞ്ഞുമക്കളെ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നു, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം എന്താണ്, മൂക്കിന്റെ ആകൃതി എന്താണ്, മുഖത്തിന്റെ ആകൃതി എന്താണ്, തലയുടെ ആകൃതി എന്താണ്, ശരീരഘടന എന്താണ്. ഒരു ചിത്രം ഭിത്തിയിൽ വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ ഉപരിയായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തനി രൂപം ഓരോ വിശ്വാസിയുടെയും മനോമുഖരത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഒരു തിരിച്ചുപോക്കിന് തയ്യാറാകുക. വളർന്നു വരുന്ന തലമുറയ്ക്ക്, യുവാക്കൾക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കുക. അതിനുവേണ്ടിയുള്ള വിജ്ഞാന സദസ്സുകൾ, സംവാദ സദസ്സുകൾ, ഇതൊക്കെയും സംഘടിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലിന്റെ പരിപാലന സമിതി ഈ വർഷം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ നബി തങ്ങളുടെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി 4 പ്രഭാഷകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ വിജ്ഞാന സദസ്സ് ഒരുക്കിയിരിക്കുകയാണ്. പക്ഷേ മുൻകാലഘട്ടങ്ങളിലുള്ള കീഴ്വഴക്കമനുസരിച്ച് വളരെ തുച്ഛമായ ആൾക്കാരായിരിക്കും ആ പ്രഭാഷണം ശ്രവിക്കാൻ, കേൾക്കാൻ ഇവിടെ ചേരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോരാ, അത് മാറണം. പ്രത്യേകിച്ച് യുവാക്കൾ, ടീനേജ് പരുവത്തിലുള്ള മക്കൾ, അത് ആൺകുട്ടികൾ, പെൺകുട്ടികൾ എല്ലാവരും ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ ഈ ഒരു ദൗത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പരമാവധി ഇത് ഫലവത്താക്കി തീർക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാതെ കേവലം ഓരോ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ചുകൊണ്ട് സാമ്പ്രദായികമായ ചില നടപടികൾ നമ്മൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ പള്ളികളോടനുബന്ധിച്ച് നടത്തുന്നു എന്നതിലുപരിയായിട്ട് ഒരു മാറ്റത്തിന് തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഇതു ബിഹി. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്നും ഒരാളും പൂർണ്ണ മുഅ്മിനാകുകയില്ല, സമ്പൂർണ്ണ സത്യവിശ്വാസിയാകുകയില്ല, ഹത്താ യകൂന ഹവാഹു, അവന്റെ താല്പര്യങ്ങളാകുന്നത് വരെ, തബഅൻ ലിമാ ജിഇതു ബിഹി, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശങ്ങള്, എന്റെ ജീവിതം, ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ജീവിതത്തിന്റെ സന്ദേശങ്ങൾ, തിരുസുന്നത്തുകൾ നിങ്ങളുടെ നിലപാടുകളായി മാറണം, നിങ്ങളുടെ ഇച്ഛകളായി മാറണം, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി മാറണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സമ്പൂർണമായ മുഅ്മിനാകാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് മാതൃകയാകണം. നാം ഒരു പിതാവെന്ന നിലയിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് മാതൃകയാകണം. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട്, ഉമ്മു കുൽസൂമിനോട്, സൈനബിനോട് തുടങ്ങിയുള്ള മക്കളോട് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പിതാവ്, അവിടുത്തെ മാതൃക നാം പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം 25 വർഷക്കാലം ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞുകൂടുമ്പോൾ
എങ്ങനെയായിരുന്നു നബി തങ്ങൾ ഭർത്താവായി ജീവിച്ചിരുന്നത് എന്ന് നാം പഠിക്കണം പ്രിയപ്പെട്ടവരെ. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള മറ്റ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആ ഭാര്യമാരോടൊക്കെ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു ഭർത്താവായി ജീവിച്ചിരുന്നത് എന്നുള്ള ജീവിതം നമ്മൾ പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്. ആ ജീവിതം നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നിബിധങ്ങളാകുന്ന ഭർത്താവിന്റെ സൽഗുണങ്ങൾ നാം ഓരോരുത്തരുമാകുന്ന കുടുംബത്തിലെ ഭർത്താവായിട്ട് നമ്മുടെ സൽഗുണങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിയുന്നത്. അതാണ് ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജീതു ബിഹി. നിബിധങ്ങൾ കൊണ്ടുവന്ന ഏതെല്ലാം സന്ദേശങ്ങളുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ, നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, പ്രവാചകൻ ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു. ഷാമിലേക്ക്, ഫദക്കിലേക്ക്, സിറിയയിലേക്ക്, മറ്റു പല സ്ഥലങ്ങളിലേക്കും ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവട ഏജന്റായിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷവും നബി തങ്ങൾ കച്ചവട ഏജന്റായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയിലൂടെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായ സാമ്പത്തിക നേട്ടങ്ങൾ, ലാഭങ്ങൾ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കച്ചവടക്കാരനാണോ, നിനക്ക് കൃത്യമായും അള്ളാഹുവിന്റെ റസൂലിൽ സത്യസന്ധമായ അമാനത്തിനെ സൂക്ഷിക്കാൻ പര്യാപ്തമായ സൽഗുണങ്ങളുണ്ട്, മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ആർക്കാണെന്നറിയുമോ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ. അല്ലാഹുവിൽ വിശ്വാസമുള്ളവർക്ക് ഒരു പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് ഞാൻ എന്റെ ബിസിനസ്സിൽ കാട്ടിക്കൂട്ടുന്ന ചൂഷണങ്ങള്, കള്ളത്തരങ്ങള് അതെല്ലാം പിടികൂടപ്പെടുകയും അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന ബോധമുള്ള പരലോകത്തെ പ്രതീക്ഷയുള്ള ആൾക്കാർക്ക് അള്ളാഹുവിന്റെ റസൂലിന് തികച്ചും മാതൃകയുണ്ട്. കച്ചവടത്തിൽ മാതൃകയുണ്ട്. ഒരു അധ്യാപകനാണോ, അധ്യാപകനിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തങ്ങളിൽ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്ന ആയിരക്കണക്കാകുന്ന വിദ്യാർത്ഥികൾ, അതിൽ പ്രായം ചെന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്. അവരെ എല്ലാവരെയും ഒരേ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു സമയത്ത് അധ്യാപനം നടത്തിക്കൊണ്ട് ഏറ്റവും നല്ല വിദ്യാർത്ഥികളാക്കി മാറ്റിയ നീണ്ട കാലഘട്ടത്തിലെ അധ്യാപന രീതി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലെ പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥിയാണോ? ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 23 വർഷക്കാലം മറ്റൊരു ലോകത്തു നിന്നും ഈ ഭൂമി ലോകത്തേക്ക് വന്ന് പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപനങ്ങൾ ഗൗരവത്തോടും അതിലേറെ ശ്രദ്ധയോടും കൂടി സൂക്ഷ്മതയോടുകൂടി കേൾക്കുകയും കാണുകയും അത് മുഴുവനും മനസ്സിൽ മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പോലെ ലോകത്ത് പിന്നെ ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം 23 വർഷം കൊണ്ട്, ആ 23 വർഷം കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഖുർആൻ മാത്രമല്ലല്ലോ മനഃപ്പാഠമാക്കിയത്, അതിനോടനുബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തിരുവായയിൽ നിന്നും മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും വന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു വിദ്യാർത്ഥി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, പ്രവാചകനിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ടവരെ മാതൃകയുണ്ട്. ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എത്ര നാടുകളുടെ ഭരണാധികാരിയായിരുന്നു. മദീനയുടെ മാത്രമല്ല, സൗദി അറേബ്യയുടെ മാത്രമല്ലല്ലോ, സിറിയയുടെ, ഫലസ്തീനിന്റെ, ഈജിപ്തിന്റെ, അടുത്ത് കിടക്കുന്ന മറ്റ് യമൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലെ എല്ലാം ഭരണാധികാരിയായിട്ട് ഒരു സമയം 20 ഭൗതിക ഭൂപ്രദേശങ്ങളിലെ രാജ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കീഴിലുണ്ട്. ആ രാജ്യങ്ങളിലെല്ലാം നീതിപൂർണമായ ഇസ്ലാമിന്റെ ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരി, ഒരു രാഷ്ട്രമീമാംസകൻ എന്ന നിലയിൽ
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതോടൊപ്പം നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ടുണ്ടാകണം. തെറ്റുകളിൽ നിന്നും ഒരു മനുഷ്യന് മാറി നിൽക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലൂടെയാണെന്ന ആരിഫീങ്ങൾ, സൂഫികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹാബാക്കളെല്ലാം അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നു പോയാൽ ഞാൻ എൻ്റെ റസൂലിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ വിഷണ്ണരായി, ദുഃഖിതരായി, മലകേറിപ്പോയ, കാനനവാസത്തിന് വേണ്ടി പോയ എത്ര സഹാബാക്കളുടെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. നബിതങ്ങൾ അവരെ കാണാത്തപ്പോൾ സഹാബാക്കളോട് അന്വേഷിക്കും, എവിടെ പോയി എൻ്റെ സഖാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, എൻ്റെ സ്വഹാബത്തുകൾ. അപ്പോഴാണ് ചില സഹാബാക്കളിൽ നിന്നും നബിയെ അവരുടെ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടായപ്പോൾ ആ തെറ്റിന്റെ പേരിൽ പിന്നെ എങ്ങനെ ഞങ്ങളുടെ നബിയുടെ മുഖത്ത് ഞങ്ങൾ നോക്കും എന്ന ദുഃഖഭാരത്താൽ മലകേറിപ്പോയതാണ്, കാനനവാസം തിരഞ്ഞെടുത്തതാണ് നബിയെ എന്ന് പറയുമ്പോൾ അവരെ വിളിച്ചു കൊണ്ടുവരാൻ ദൂതന്മാരെ അയക്കുന്ന പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തുണ്ട് എങ്കിൽ നാം തെറ്റുകൾ ചെയ്യാൻ പോകൂല. ഇന്ന് അതുകൊണ്ടാണ് ലിബറലിസം തലയ്ക്ക് പിടിച്ചവർ ആദ്യമായിട്ട് നബിതങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്നത്. നബിതങ്ങൾ പഠിപ്പിച്ചത് എല്ലാം തെറ്റായിട്ട് സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ച് കാണിക്കണം. പിന്നെന്ത് തോന്നിയവാസവുമാവാം, പിന്നെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്, നിയന്ത്രണമില്ലാത്ത ജീവിതമാണ്. ഇതാണ് ഇന്ന് ശത്രുക്കൾ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളാണ് നമ്മുടെ റസൂലിനെ മനസ്സിലാക്കാത്തത്. ഓറിയന്റലിസ്റ്റുകൾ, പാശ്ചാത്യർ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിബിധങ്ങളുടെ മുഴുവൻ ഹദീസുകളും പഠിക്കുകയും ചർവിത തർവണത്തിന് വിധേയമാക്കുകയും എന്നിട്ട് അതിൽ നിന്നും ഏതൊക്കെ എടുത്തുകൊണ്ട് പ്രയോഗിച്ചാലാണ് മുസ്ലിമീങ്ങളെ, മുസ്ലിം ലോകത്തെ വഴികേടിലാക്കാൻ കഴിയുന്നത് എന്ന ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ സിയോണിസ്റ്റിന്റെ സന്ദേശങ്ങളും ആ സിയോണിസ്റ്റ് സിദ്ധാന്തങ്ങളും ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ പോലും വ്യാപകമാക്കിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്നത് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ചെറുപ്പക്കാരെ, എല്ലാവരോടും പറയാനുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നബിതങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവനേക്കാൾ. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. സഹാബത്തൊക്കെ അതിന്റെ ആൾരൂപങ്ങളല്ലായിരുന്നോ? എത്രയെത്ര സംഭവങ്ങൾ തൂക്കുമരത്തിലേക്ക് കയറ്റി നിർത്തി തൂക്കിക്കൊല്ലാൻ പോകുമ്പോഴും സഹാബത്തിനോട് ശത്രുക്കൾ പറയും, നിങ്ങളെ ഇതിനൊക്കെ കാരണമാക്കി തീർത്ത ആ മുഹമ്മദിനെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ, ഒന്ന് കുറ്റപ്പെടുത്തിയാൽ നിങ്ങളെ ജീവൻ രക്ഷപ്പെടുത്താമെന്ന് ശത്രുപക്ഷത്തുള്ള നേതാക്കന്മാര് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെ തള്ളിപ്പറയുന്നത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കൊലമരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന, കൊലക്കയറിന്റെ മുമ്പിൽ നിൽക്കുന്ന സഹാബത്തിന്റെ ഗർജിക്കുന്ന ശബ്ദങ്ങളാണ് സഹാബത്തിന്റെ ലോകത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പഠിക്കാൻ കഴിയുന്നത്. മഹാനായ സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രദേശത്തേക്ക് പ്രബോധനത്തിന് വേണ്ടി മറ്റ് സഹാബാക്കളോടൊപ്പം നിയോഗിക്കുകയുണ്ടായി. ആ സഹാബിവര്യന്മാരിൽ നിന്നും ചിലരെ ശത്രുക്കൾ പിടികൂടി, മറ്റു ചിലരെ കൊന്നുകളഞ്ഞു. 3 പേരിൽ ഒരാളാണ് മഹാനായ സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹുവിനെ വിചാരണ നടത്തിക്കൊണ്ട് തൂക്കിലേറ്റാൻ പോകുന്ന സന്ദർഭത്തിലാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ശത്രുപക്ഷത്തു നിന്നും മഹാനായ സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നീ ഇപ്പോൾ ഈ കൊലമരത്തിൽ, ഈ തൂക്കുകയറിന്റെ മുന്നിൽ നിൽക്കുന്നു. ഇതിന് കാരണക്കാരനായി തീരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒന്നുകിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ സുഖമായ കെടിയായിരിക്കും. നിനക്ക് ആ മുഹമ്മദിനെ ഒന്ന് തള്ളിപ്പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ തൂക്കുമരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ഷൗക്കത്തുൻ ഫീ റിദ്ലിഹി വഇന്നി ജാലിസുൻ ഫീ അഹ്ലി.
ഞാൻ ഈ കൊലമരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കൊലക്കേറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ ഇപ്പൊ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നബി തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്ന് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സന്ദർഭത്തിലാണ് അന്ന് പ്രവാചകനെ ഏറ്റവും എതിർത്തുകൊണ്ടിരുന്ന, പ്രവാചകനെ ഏറ്റവും കൂടുതൽ ശത്രുവായി കണ്ടിരുന്ന അബൂ സുഫിയാൻ പറയുന്നത്, അജബൽ ലി അംരി മുഹമ്മദ്, അജബൽ ലി അംരി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കാര്യം എത്രമാത്രം അത്ഭുതകരം. സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ഞാൻ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പല രാജാക്കന്മാരുമായിട്ട് മജ്ലിസ് പങ്കിട്ടിട്ടുണ്ട്, സദസ്സ് പങ്കിട്ടിട്ടുണ്ട്. ആ രാജാക്കന്മാരെയൊക്കെ അവിടെയുള്ള അനുയായികൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ അവിടുത്തെ സ്വഹാബുകൾ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരു നേതാവിനെയും നീതന്മാരാൾ സ്നേഹിക്കപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ അപ്പോഴാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നേരെ ആയുധങ്ങളുമായിട്ട് ചീറിപ്പായുമ്പോൾ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറായത് മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ആയിരുന്നില്ലേ? എത്ര സംഭവങ്ങൾ, ചരിത്രങ്ങൾ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ വന്ന് പറയുമായിരുന്നു, നബിയെ, അങ്ങ് ആദ്യം ശത്രുക്കളുമായിട്ട് പോരാട്ടം നടത്തിയ, പടയോട്ടം നടത്തിയ ബദർ രണാങ്കണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ഇനി എങ്ങാനും അല്ലാഹു അശ്ഹദനി, എന്നെ സാക്ഷിയാക്കിയാൽ ഖിതാലൽ മുശ്രിക്കീങ്ങളുമായിട്ട്, ശത്രുക്കളുമായിട്ട് ഉണ്ടാകുന്ന ഒരു യുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്നതിന് അവസരം അല്ലാഹു ഉണ്ടാക്കിയാൽ ഞാൻ എങ്ങനെയായിരിക്കും അതിൽ ശത്രുക്കളോട് പോരടിക്കുന്നതെന്ന് അല്ലാഹു താങ്കൾക്ക് കാണിച്ചു തരും നബിയെ. ഇത് പറഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴാണ് ഉഹദ് യുദ്ധം ഉണ്ടാകുന്നത്. ശത്രുക്കൾ പെട്ടെന്നുള്ള പ്രത്യാക്രമണത്തിലൂടെ സഹാബാക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെയും വകവരുത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നവരെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് പിന്തിരിഞ്ഞു പോയി. ആ സന്ദർഭത്തിലാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം പരിധിയാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ ആയുധങ്ങളെയും തടുക്കുന്നത്. അവസാനം രക്തസാക്ഷിയായി ഉഹദിന്റെ രണാങ്കണത്തിൽ കിടക്കുമ്പോൾ സഹാബാക്കളെല്ലാം, രക്തസാക്ഷികളായ സഹാബാക്കളെല്ലാം യുദ്ധം കഴിഞ്ഞതിന് ശേഷം നബിയും സഹാബത്തും തിരക്കിക്കൊണ്ടിരിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ നബി തങ്ങൾക്ക് എതിരെ വരുന്ന എല്ലാ ആയുധങ്ങളും തടുത്ത മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അവസാനം ആ രണാങ്കണത്തിലേക്ക് തന്റെ സഹോദരനെ തേടി വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അനസ് റളിയല്ലാഹുവിന്റെ സഹോദരി. ആ സഹോദരി അങ്ങകലെ ദൂരെ നിന്നും അനസ് റളിയല്ലാഹുവിന്റെ ഒരു വിരൽക്കൊടിയുമായിട്ട് വന്നിട്ട് പറയാണ്, ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ, ഇനി തിരക്കണ്ട, എന്റെ സഹോദരൻ അനസ് ജീവിച്ചിരിപ്പില്ല. ആ കാണുന്ന ഭാഗത്ത് ഇറച്ചിക്ക് മാംസം പാചകം ചെയ്യുന്നത് എങ്ങനെയാണോ ഇറച്ചി കഷ്ണിക്കുന്നത് പോലെ വെട്ടുതുണ്ടം തുണ്ടമാക്കപ്പെട്ടിട്ടുണ്ട് നബിയെ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയും സഹാബാക്കളോട് ചെല്ലുമ്പോൾ സഹാബാക്കൾ വിവരിക്കുകയാണ്, വജദ്നാ ഫീഹി ബിൽഅം വസമാനീന ലർബത്തൻ മിനസ് സൈഫി ഔ തഖ്നതൻ മിനർ റുംഹി ഔ റമ്യതൻ മിനസ് സഹമി. വാളുകൊണ്ട്, അതുപോലെ തന്നെ കുന്തം കൊണ്ട്, മറ്റായുധങ്ങൾ കൊണ്ട് 80 ചുല്ലാനും വെട്ടുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ രക്തസാക്ഷിയായ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തന്റെ ജീവൻ നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവന് വേണ്ടിയായിരുന്നു, ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതുപോലുള്ള എത്ര സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ. ഈ സഹാബത്തിന്റെ ഈമാൻ, ഈ സഹാബത്തിന്റെ നിബിതങ്ങളോടുള്ള സ്നേഹം അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.